എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഗാനം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. മഴവിൽക്കാവടി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂരി രചിച്ച് ശ്രീ ജോൺസൺ സംഗീതം ചെയ്ത് ശ്രീമതി സുജാത മോഹനും ശ്രീ ജി വേണുഗോപാലും ചേർന്ന് പാടിയ പള്ളിത്തേരുണ്ടോ ചതുരംഗക്കളമുണ്ടോ ആമ്പൽപ്പൂണ്ടോ തിരുതാളിക്കല്ലുണ്ടോ എന്ന ഗാനമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ശ്രുതി ഈ, അതായത് 3 ഘട്ട ഈ. അതിൻ്റെ രാഗം എന്ന് പറയുമ്പോൾ ഹരഹരപ്രിയ രാഗത്തിൻ്റെ സ്വരങ്ങളാണ് വരുന്നത്. അതിൽ അന്തരകാന്താര ഒരു സ്ഥലത്ത് ടച്ച് വരുന്നുണ്ട്. 2 വിരൽ ഈക്കാണ് ഞാൻ ഇത് ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ 2 ഫിംഗറിങ്ങിൽ സാരി ഗ, ചെറിയ ഗ ഹാഫ് നോട്ട്, മാ ചെറിയ മാ, പാ ദാവ്ല ചെറിയ നീ, സാ സാ നീ ധാ പാ മാ ഗ, പിന്നെ ഇടയ്ക്ക് ഗ വലിയ ഗ, രീ വലിയ രീ, സാ. അതിൽ ഹരഹരപ്രിയ രാഗമാണെങ്കിലും അത് ക്ലാസിക്കൽ രാഗഭാവത്തിലല്ല, ഒരു ഫോക്ക് മൂഡിലാണ് ശ്രീ ജോൺസൺ ചെയ്തിരിക്കുന്നത്. ഒരു ഫോക്ക് മോഡിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇൻട്രൊഡക്ഷനും ബീജി ഞാൻ പഠിച്ചിട്ടില്ല. പല്ലവിലേക്ക് പോകുമ്പോൾ പള്ളിത്തേരുണ്ടോ, താളം ആദ്യ താളം തന്നെ, 1 2 3 4. പള്ളിത്തേരുണ്ടോ സ പ പ മ പ, സ പ പ മ പ, പനി പാമ പനി പാമ, മധ്യമത്തിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരും എൻ്റെ. സ പ പ മ പനി പാമ. പള്ളിത്തേരുണ്ടോ, എന്നിട്ട് വായിക്കാം. 1 ചതുരംഗക്കളമുണ്ടോ, 1 രി ഗരി സാ, രി ഗരി സാ, നിന്നി സനി പാ കളമുണ്ടോ ചതുരംഗം, 1 രി ഗരി സാ, ഗ ഹാഫ് നോട്ട്, രി ഗരി സാ, 1 രി ഗരി സാ, നിന്നി സനി പാ കളമുണ്ടോ, 1 ചതുരംഗ, 1 രി ഗരി സാ കളമുണ്ടോ നിനി സനി പാ. 1 അപ്പോൾ പള്ളിത്തേരുണ്ടോ ചതുരംഗ കളമുണ്ടോ അത് ചേർത്ത് വരുമ്പോൾ ഒന്നൊരു വായിക്കാം.
പിന്നെ ആമ്പൽക്കുളമുണ്ടോ തിരുതാളിക്കല്ലുണ്ടോ, അതും സെയിം സ്വരങ്ങൾ തന്നെയാണ്. ആമ്പൽക്കുളമുണ്ടോ വൺ തിരുതാളിക്കല്ലുണ്ടോ, വൺ ദിരിഗരി സനി സനിപ. ആമ്പൽക്കുളമുണ്ടോ തിരുതാളിക്കല്ലുണ്ടോ, സാപ്പപ്പമാപാമ ദിരിഗരി സനി സനിപ. അപ്പോൾ ആ രണ്ട് ലൈൻ ഞാൻ ചേർത്ത് വായിക്കാം. ഒന്നിട്ട് വായിക്കാം. വൺ താളത്തിൽ പൂപ്പട കൂട്ടനാ, താളത്തിൽ പനിനിശസാം, താളത്തിൽ പനിനിശസാം പനിനിശസാം, താഴ്ത്തപ്പ പഞ്ചമം. വൺ പനിനിശസാം വൺ താളത്തിൽ വൺ 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 താളത്തിൽ വൺ പൂപ്പട കൂട്ടനാ, സാപമപമമ പൂപ്പട കൂട്ട, സാപമപമമ പൂപ്പട കൂട്ട നായി മാപമരി ദിഗരി സരി. രീ എന്ന് പറയുമ്പോൾ ദിഗരി സരി ഗന്ധാരം ടച്ച് ചെയ്യും. ദിഗരി സരി മാപമ ദിഗരി സരി മാപമം ദിഗരി സരി എന്ന് പറയുമ്പോൾ ദിഗരി സരി ദിഗരി സരി ഫാസ്റ്റായിട്ട് വരും. സാപമപമമ പൂപ്പട കൂട്ടനാ. താളത്തിൽ തൊട്ട് വായിക്കാം. വൺ ഒന്നുകൂടി. കന്യകമാരായിരമുണ്ടോ ദിമപനിപമ വൺ കന്യകമാ വൺ ദിമപനിപമ വൺ ദിമപനിപമ വൺ കന്യകമാ വൺ ആയിരമുണ്ടോ മരിരിരിഗരിഗസ മരിരിരിഗരിഗസ ചെറുക മരിരിരിഗരിഗസ ആയിരമുണ്ടോ. വൺ ഓ അവിടെ ഓ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഓ നിസ നിസരി മ പനി പ നിസ നിസരി മ പനി പ നിസ നിസരി മ പനി പ. ഓ കന്യകമാരാരുമുണ്ടോ ഓ അത്രമാര. വൺ എന്നിട്ട് വായിക്കാം. വൺ
എന്നോമലാലെ കൺകൂടെ എന്നോമ പനി പനി സനി പനി പനി സനി എന്നോമലാലെ കൂടെ പാമാരീസ ആളെ കൂടെ പാമാരീസ എന്നോമലാലെ കൂടെ പനി പനി സനി പാമാരീസ പനി പനി സനി പാമാരീസ. കൂട്ട് വരുമ്പോ കണ്ടോ 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 നിരിസ നിരിസ നിരിസ. അത് എക്കോ പോലെ ഇങ്ങനെ വരും, ഇങ്ങനെ വോളിയം കുറഞ്ഞു പറഞ്ഞു. കണ്ടോ 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 നിരിസ നിരിസ നിരിസ. അപ്പൊ എന്നോമലാളെ കണ്ടോ കൂടെ കണ്ടോ. അങ്ങനെ വരും. താളത്തിൽ പൂപ്പട കൂട്ടാനാ കന്യകമായിരമുണ്ടോ. ഓ അവിടെ നിന്നൊരു വായിക്കാം. താളത്തിൽ ഇപ്പം ഞാനിത് മുഴുവനായിട്ട് വായിക്കാം, പല്ലവി മുഴുവൻ വായിക്കാം, പള്ളിത്തിരുണ്ട തൊട്ട് എൻഡ് വരെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പല്ലവിയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ പല്ലവി ഫുള്ള് ഒരു പ്രാവശ്യം വന്നിട്ട് പള്ളിത്തേരുണ്ടോ, ചതുരംഗ കളമുണ്ടോ, ആമ്പൽ കുളമുണ്ടോ, തിരുതാളി കല്ലുണ്ടോ, ആ 2 ലൈൻസ് കൂടി വരും. അങ്ങനെയാണ് പല്ലവിയുടെ ഓർഡർ. അപ്പോൾ പല്ലവി ഞാൻ വായിക്കാം. 1 2 3 4. ഇതാണ് പല്ലവി. ഒന്നുകൂടി വായിക്കാം. 1 2 3 4. ഇതാണ് പല്ലവിയുടെ സ്വരങ്ങൾ. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇതിഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം അടിച്ച് ലൈക്ക് അടിച്ച് ഓൾ അടിക്കണം. എന്നിട്ട് മറ്റുള്ള ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ഈ പ്രോഗ്രാം മാക്സിമം വിജയിപ്പിച്ച് തരണമെന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് അനുബന്ധവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.